മധ്യ ഏഷ്യയിലെ തുർക്ക്മെനിസ്ഥാൻ എന്ന രാജ്യം. അവിടുത്തെ വിശാലമായ കാരക്കം മരുഭൂമിയുടെ നടുവിൽ ഒരു ഗർത്തം 5 പതിറ്റാണ്ടുകളായി നിർത്താതെ കത്തുന്നുണ്ട്. അത്ഭുതത്തോടെയും ഭീതിയോടെയും നോക്കുന്ന ആൾക്കാർ ഇതിനെ വിളിക്കുന്നത് നരകത്തിലേക്കുള്ള വാതിൽ എന്നാണ്, ദ ഡോർ ടു ഹെൽ. ചിന്തിച്ചു നോക്കൂ, വിജനമായൊരു മരുഭൂമി, അതിനുള്ളിൽ 230 അടി വീതിയും 65 അടി താഴ്ചയുമുള്ള ഒരു ഭീമമായ ഗർത്തം. അതിനുള്ളിൽ നിന്ന് രാപ്പകലില്ലാതെ തീജ്വാലകൾ ആകാശത്തേക്ക് ഉയരുന്നു. ഇത് പ്രകൃതിദത്തമായി ഉണ്ടായതാണോ അതോ ദൈവത്തിന്റെ കോപമാണോ? ഗ്രാമവാസികൾക്കിടയിൽ പല കഥകളും ഇതിനെക്കുറിച്ചുണ്ട്. എന്നാൽ ഇതിൽ മനുഷ്യന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധത്തിന്റെ കഥയുമുണ്ട്. പക്ഷേ ആ കഥ അറിയുന്നതിന് മുമ്പ് തുർക്ക്മെനിസ്ഥാൻ എന്ന രാജ്യത്തെക്കുറിച്ചും അതിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരക്കം മരുഭൂമി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വരണ്ട പ്രദേശങ്ങളിലൊന്നാണ്. തുർക്ക്മെനിസ്ഥാന്റെ 70% ഈ മരുഭൂമിയാണ്. പകൽ കഠിനമായ ചൂടും രാത്രിയിൽ അസഹനീയമായ തണുപ്പുമാണ് ഇവിടെ. ഈ മണ്ണിലാണ് ലോകത്തെ ഞെട്ടിച്ച ആ അപകടം നടന്നത്. ഈ വിചിത്രമായ പ്രതിഭാസത്തിന്റെ കഥ തുടങ്ങുന്നത് 1971-ലാണ്. അന്ന് തുർക്ക്മെനിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നില്ല. ശക്തമായ സോവിയറ്റ് യൂണിയന്റെ കീഴിലായിരുന്നു. ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലം. തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ ഊർജ്ജശക്തി വർദ്ധിപ്പിക്കാനായി സോവിയറ്റ് യൂണിയൻ കരിഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി സോവിയറ്റ് എഞ്ചിനീയർമാരും ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാരും വിശാലമായ കാരക്ക മരുഭൂമിയിൽ സർവേ നടത്തി. ദർവാസ എന്ന ഗ്രാമത്തിന് തൊട്ടടുത്തുള്ള ഈ പ്രദേശത്ത് നിന്നും അവർ ധാരാളം പ്രകൃതിവാതക ശേഖരം കണ്ടെത്തി. അതൊരു വലിയ നേട്ടമാകുമെന്ന പ്രതീക്ഷയിൽ ആ മരുഭൂമിയിൽ അവർ വലിയ ഡ്രില്ലിംഗ് മെഷീനുകളും പ്ലാന്റുകളും സ്ഥാപിച്ചു. തുടക്കത്തിലെല്ലാം അവർ വിചാരിച്ചതുപോലെ തന്നെ മുന്നോട്ടു പോയി. പക്ഷേ ഒരു നിശ്ചിത ആഴത്തിൽ ഡ്രില്ലിംഗ് മെഷീൻ എത്തിയപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ അപകടം അവിടെ പതിയിരിപ്പുണ്ടായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ സോവിയറ്റ് എഞ്ചിനീയർമാരും കോടിക്കണക്കിന് രൂപ വിലയുള്ള ഡ്രില്ലിംഗ് മെഷീനുകളും അവരുടെ താമസ സ്ഥലങ്ങളും യന്ത്രഭാഗങ്ങളും എല്ലാം കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പേ ആ ഗർത്തത്തിലേക്ക് വീണു. ഭാഗ്യവശാൽ ഈ അപകടത്തിൽ ആർക്കും ജീവൻ നഷ്ടപ്പെട്ടില്ല. പക്ഷേ അവരെ കാത്തിരുന്നത് ഇതിലും വലിയൊരു പ്രതിസന്ധിയായിരുന്നു. ഗർത്തം രൂപപ്പെട്ടതോടെ അതിനുള്ളിൽ നിന്നും മാരകമായ മീഥേൻ ഗ്യാസ് പുറത്തേക്ക് വരാൻ തുടങ്ങി. അന്തരീക്ഷത്തിൽ മീഥേൻ പടരുന്നത് അടുത്തുള്ള ഗ്രാമത്തിലെ മനുഷ്യർക്കും കന്നുകാലികൾക്കും ഭീഷണിയായി. വായു മലിനമാകുന്നതോടെ വലിയ ദുരന്തം സംഭവിക്കുമെന്ന് എഞ്ചിനീയർമാർ ഭയപ്പെട്ടു. ഈ വിഷവാതകത്തെ തടയാൻ അവർ ഒരു വിചിത്രമായ വഴിയാണ് തിരഞ്ഞെടുത്തത്. ഇത് അന്തരീക്ഷത്തിൽ പടർന്ന് അപകടങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഇത് കത്തിച്ചു കളയുന്നതാണെന്ന് അവർ തീരുമാനിച്ചു. ഗ്യാസ് ശേഖരം കുറവാണെന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇത് കത്തിത്തീരുമെന്നും അതോടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ 1971 വൈകുന്നേരം അവർ ആ ഗർത്തത്തിന് തീ കൊളുത്തി. പക്ഷെ മനുഷ്യന്റെ തീരുമാനങ്ങളെ പ്രകൃതി തിരുത്തി കുറിച്ചു. ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും മാസങ്ങൾ വർഷങ്ങളായും കടന്നുപോയി. എന്നാൽ ആ തീ അണഞ്ഞില്ല. അരനൂറ്റാണ്ടിലധികം പിന്നിട്ടിട്ടും 1971 സോവിയറ്റ് എഞ്ചിനീയർമാർ കൊളുത്തിയ തീ ഇന്നും ആ മരുഭൂമിയിൽ അണയാതെ കത്തുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ടും ആ തീ അണയാതെ കത്തുന്നത്? അതിന് പിന്നിലെ ശാസ്ത്രം നമുക്ക് പരിശോധിക്കാം. നമുക്ക് ആദ്യം ഇതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത നോക്കാം. ഇത് സാധാരണ ഒരു മണലാരണ്യമല്ല. ഇതിന്റെ അടുത്തിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരമാണുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഗ്യാസ് റിസർവോയർ ആണ്. സാധാരണഗതിയിൽ പ്രകൃതിവാതകങ്ങൾ ഭൂമിക്കടിയിലെ പാറക്കെട്ടുകളിൽ വലിയ മർദ്ദത്തോടെ കുടുങ്ങിക്കിടക്കുകയാണ് പതിവ്. സോവിയറ്റ് ഡ്രില്ലിംഗ് മെഷീൻ അബദ്ധത്തിൽ ഈ പാറക്കൂട്ടങ്ങളെ തകർത്തപ്പോൾ ഭൂമിക്കടിയിലെ മർദ്ദം കുറയുകയും വാതകങ്ങൾ മുകളിലേക്ക് ഇരച്ചു കയറുകയും ചെയ്തു. ഒരു വലിയ ഗ്യാസ് സിലിണ്ടറിന്റെ റെഗുലേറ്റർ തുറന്നുവിട്ട അവസ്ഥയാണിത്. ഭൗമശാസ്ത്രജ്ഞർ പറയുന്നത് ഈ ഗർത്തത്തിന് താഴെ ആയിരക്കണക്കിന് വിള്ളലുകൾ ഉണ്ടെന്നാണ്. ഈ വിള്ളലുകളിലൂടെ നിരന്തരം മീഥേൻ ഗ്യാസ് മുകളിലേക്ക് വരുന്നു. ഓരോ നിമിഷവും പുതിയ ഇന്ധനം മുകളിലേക്ക് വരുന്നതുകൊണ്ട് തീ അണയ്ക്കാൻ പ്രകൃതി സമ്മതിക്കുന്നില്ല. ഇതിനെ ഒരു സെൽഫ് സസ്റ്റെയിനിങ് ഫയർ എന്ന് വിളിക്കാം. ദർവാസയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം തുടങ്ങുന്നത് 2013-ലാണ്. ലോകപ്രശസ്ത നാഷണൽ ജിയോഗ്രഫിക് എക്സ്പ്ലോററായ ജോർജ് കുറൂണീസ് ഈ ഗർത്തത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഇതൊരു ആത്മഹത്യാപരമായ ദൗത്യമായിരുന്നു. 1000 ഡിഗ്രി സെൽഷ്യസിലധികം ചൂടുള്ള വിഷവാതകം നിറഞ്ഞ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാൻ പറ്റുന്ന ഒരു ഗർത്തം. അതിലേക്ക് ഒരാൾ ഇറങ്ങുക എന്നത് അസാധ്യമാണെന്ന് പലരും കരുതി. എന്നാൽ ശാസ്ത്രീയമായ അന്വേഷണത്തിനു വേണ്ടി അയാൾ ആ വെല്ലുവിളി ഏറ്റെടുത്തു. 1.5 വർഷത്തോളം അദ്ദേഹം ഇതിനായി പരിശീലനം നടത്തി. സാധാരണ ഫയർ ഫൈറ്റർമാർ ഉപയോഗിക്കുന്ന വസ്ത്രം ഈ ചൂടിനെ താങ്ങാൻ പര്യാപ്തമല്ലാത്തതുകൊണ്ട് അദ്ദേഹം ബഹിരാകാശ സഞ്ചാരികൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള വെള്ളി പൂശിയ അലുമിനൈസ്ഡ് കവലർ സ്യൂട്ട് അദ്ദേഹം നിർമ്മിച്ചു. ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജനും ആശയവിനിമയത്തിനുള്ള വയർലെസ് സംവിധാനവും അദ്ദേഹം സജ്ജമാക്കി. 2013 നവംബറിൽ അദ്ദേഹം ആ ദൗത്യം തുടങ്ങി. ഗർത്തത്തിന് മുകളിൽ വലിച്ചു കെട്ടിയ ഒരു സ്റ്റീൽ കേബിളിൽ തൂങ്ങി അദ്ദേഹം അതിലോട്ട് ഇറങ്ങി. ലോകം ശ്വാസമടക്കി പിടിച്ചാണ് ഈ കാഴ്ച കണ്ടത്. താഴേക്ക് പോകുന്തോറും ചൂട് അസഹനീയമായി വന്നു. അദ്ദേഹത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞ കാഴ്ചകൾ ഭയാനകമായിരുന്നു. ചുറ്റും ഇരമ്പുന്ന ചൂട് കാറ്റ്,
മുകളിലേക്ക് ഉയരുന്ന തീജ്വാലകൾ. ഏകദേശം 15 മിനിറ്റോളം അദ്ദേഹം ഗർത്തത്തിന്റെ അടിത്തട്ടിൽ ചെലവഴിച്ചു. അവിടെ നിന്നും പാറയും മണ്ണും ശേഖരിച്ചു. ആ അനുഭവം അദ്ദേഹം ഇങ്ങനെയാണ് വിവരിക്കുന്നത്: മറ്റൊരു ഗ്രഹത്തിലെത്തിയതുപോലെയായിരുന്നു എനിക്ക് തോന്നിയത്. ചുറ്റും അഗ്നി നൃത്തം ചെയ്യുന്നു. അവിടെയുള്ള ശബ്ദം ഒരു ജെറ്റ് എഞ്ചിൻ പ്രവർത്തിക്കുന്നത് പോലെയായിരുന്നു. ജോർജ് കുറൂണീസ് കൊണ്ടുവന്ന സാമ്പിളുകൾ ലബോറട്ടറിയിൽ പരിശോധിച്ചപ്പോൾ ശാസ്ത്രലോകം ഞെട്ടിപ്പോയി. മനുഷ്യന് സങ്കല്പിക്കാനാകാത്തതിനും അപ്പുറം ചൂടുള്ള, ഓക്സിജൻ തീരെയില്ലാത്ത ആ മണ്ണിലും സൂക്ഷ്മജീവികൾ ജീവിക്കുന്നു. ശാസ്ത്രം ഇവയെ എക്സ്ട്രീമോഫിൽസ് എന്ന് വിളിക്കുന്നു. അതികഠിനമായ സാഹചര്യങ്ങളിൽ മാത്രം വളരുന്നവരാണിവർ. ഈ കണ്ടെത്തൽ കേവലം ഒരു ബാക്ടീരിയയുടെ കഥയല്ല, നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചിന്താഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു. നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളായ ചൊവ്വ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ, ഇതിന്റെയൊക്കെ ഉപരിതലത്തിൽ ഇതേപോലെയുള്ള കഠിനമായ സാഹചര്യങ്ങളാണുള്ളത്. ദർവാസയിലെ ബാക്ടീരിയകൾ തെളിയിക്കുന്നത് നമ്മൾ കരുതുന്നതിനും അപ്പുറമാണ് ജീവന്റെ തുടിപ്പുകൾ എന്നാണ്. അതായത് ഭൂമിക്ക് പുറത്തും ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഇത് ശാസ്ത്രീയമായി തെളിയിക്കുന്നു. ദർവാസയുടെ ഏറ്റവും ഭയാനകവും എന്നാൽ ഏറ്റവും മനോഹരവുമായ കാഴ്ച രാത്രിയാണ്. കിലോമീറ്ററുകളോളം ദൂരത്തേക്ക് ഈ തീജ്വാലകൾ വെളിച്ചം വീശുന്നു. വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ബഹിരാകാശ സഞ്ചാരികൾക്കും ഈ തീജ്വാല കാണാൻ സാധിക്കും. എന്നാൽ ശാസ്ത്രീയമായി ഈ കാഴ്ച അത്ര രസകരമല്ല. കാരണം ഓരോ നിമിഷവും ടൺ കണക്കിന് കാർബൺ ഡയോക്സൈഡും മീഥേൻ ഗ്യാസുമാണ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നത്. പ്രകൃതിക്കേറ്റ ഒരു മുറിവായി ദർവാസ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മരുഭൂമിയിലെ നാടോടികളായ മനുഷ്യർക്ക് ഇത് വെറും ഒരു ഗ്യാസ് ഗർത്തമല്ല. അവർക്കിടയിൽ ഇതിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട്. ഭൂമിക്കടിയിലെ പിശാചുക്കൾ ശ്വസിക്കുന്നതാണ് ഈ തീജ്വാലകൾ എന്ന് അവർ വിശ്വസിക്കുന്നു. ഈ വിശ്വാസങ്ങളും ശാസ്ത്ര സത്യങ്ങളും തമ്മിലുള്ള വിടവ് ദർവാസയെ കൂടുതൽ നിഗൂഢമാക്കുന്നു. ഇന്ന് ദർവാസ എന്ന് പറയുന്നത് തുർക്ക്മെനിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. എന്നാൽ ഇതിന്റെ പരിസ്ഥിതി ആഘാതം വളരെ വലുതാണ്. ഓരോ വർഷവും ടൺ കണക്കിന് മീഥേൻ ഗ്യാസാണ് അന്തരീക്ഷത്തിലേക്ക് ഈ ഗർത്തം വഴി പുറന്തള്ളപ്പെടുന്നത്. മീഥേൻ എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡിനേക്കാൾ 25% ശക്തമായ ഹരിതഗ്രഹ വാതകമാണ്. ഇത് ആഗോളതാപനത്തിന് കാരണമാകുന്നു. അതുമാത്രമല്ല, ഇത്രയും വിലയുള്ള ഈ വാതകം വെറുതെ കത്തി നശിക്കുന്നത് സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകുന്നു. ഇക്കാരണത്താൽ തുർക്ക്മെനിസ്ഥാനിലെ പ്രസിഡന്റ് ഇക്കുഴി ശാശ്വതമായി കുഴിച്ചു മൂടാൻ ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷേ ഇതത്ര എളുപ്പമല്ല. വലിയ അളവിൽ സിമന്റ് ഉപയോഗിച്ച് കുഴി മൂടിയാലും ഉള്ളിലെ പ്രഷർ കാരണം മറ്റൊരു വഴിയിലൂടെ വാതകം പുറത്തു വരാൻ സാധ്യതയുണ്ട്. ശാസ്ത്രജ്ഞന്മാർ ഇതിനെ ഏറ്റവും അനുയോജ്യമായ വഴി കണ്ടെത്തുന്ന ശ്രമത്തിലാണിപ്പോൾ. ദർവാസ എന്ന വാക്കിന്റെ അർത്ഥം വാതിൽ എന്നാണ്. മനുഷ്യന്റെ അത്യാഗ്രഹവും അശ്രദ്ധയും പ്രകൃതിയെ എങ്ങനെ മുറിവേൽപ്പിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ദർവാസ. 1971 ഏതാനും ദിവസത്തേക്ക് കൊളുത്തിയ തീ ഇന്ന് ലോകത്തിന് തന്നെ ഭീഷണിയായി നിൽക്കുന്നു. നമ്മൾ പ്രകൃതിയുടെ ആഴങ്ങളിലേക്ക് കൈയെടുത്തുമ്പോൾ കിട്ടാവുന്ന പ്രത്യാഘാതങ്ങൾ അപ്രവചനീയമായിരിക്കും. ദർവാസയിലെ തീ ചിലപ്പോൾ നാളെ അണഞ്ഞേക്കാം. പക്ഷേ അത് മനുഷ്യരാശിക്ക് നൽകുന്ന പാഠം എന്നും ഓർത്തിരിക്കേണ്ടതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ദർവാസ അടച്ചു പൂട്ടണമെന്നാണോ അതോ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി തുടരണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ വിൻജോ സൈനിങ് ഓഫ്.